ഇന്ന് നമ്മൾ ബലൂൺ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ബലൂൺ പോലെ വീർത്ത് വരുന്ന ഈ കലത്തപ്പം നമ്മൾ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സാധാരണ ദോശ ചുട്ടെടുക്കുന്ന സമയം മാത്രം മതി ചുട്ടെടുക്കാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ആരെടുത്തിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കലത്തപ്പമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഈ ബലൂൺ കലത്തപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ട പച്ചരി ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 6 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് 1 കപ്പ് എടുക്കുക. നമ്മളിപ്പോൾ അരി ഇളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 1 കപ്പ് എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജാറടച്ച് വെച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരിയെല്ലാം ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയുക. എന്നിട്ട് മിക്സിയിൽ അരയ്ക്കുന്ന ജാറിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മെഷറിംഗ് കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പാണ് ഉള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. നമ്മളിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർക്കുക. നമ്മളിപ്പോൾ 1/4 കപ്പിൽ 2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. ശേഷം മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പഴം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബൗളിലേക്ക് ഇത് ഫുള്ളായിട്ട് ഒഴിക്കുക. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. ശേഷം ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മൾ 2.5 അച്ച് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളച്ച് ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ തിളയ്ക്കുന്ന അവസ്ഥയിൽ തന്നെ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അരിയുടെ ബാറ്ററിലേക്ക് ഇത് ഫുള്ളായിട്ട് ഒഴിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടോടുകൂടി വേണം ഇത് ഒഴിക്കാനായിട്ട്. ഈ സമയത്ത് നമ്മളൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ബലൂൺ കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാലപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് 1 തവി ബാറ്റർ ഒഴിച്ചിട്ട് അടപ്പ് വെച്ച് കൊടുക്കുക. അടപ്പ് വെച്ച ഉടനെ തന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ജസ്റ്റ് 1/2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. അപ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് ബലൂൺ പോലെ നന്നായിട്ട് വീർത്ത് പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് പതിയെ പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.